അപ്പോഴേ ഇന്ന് നമുക്കൊരു കുഞ്ഞ് കേക്ക് സ്റ്റോറി കണ്ടാലോ. അപ്പം ഈ ഒരു കേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേക്ക് കൺഫേം ആക്കുന്ന സമയത്ത്. അപ്പോൾ അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്ന 1 kg ചോക്ലേറ്റ് റഫിൾ കേക്കും പിന്നെ ഫെറാറോ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബോക്സും പിന്നെ കുറച്ച് ഡയറി മിൽക്ക് വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ബോക്സ് ഇട്ടാ. അപ്പം അങ്ങനെ റഫറൻസ് പിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കേക്ക് കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ നേരെ ചാവക്കാട്ട് വിട്ടുട്ടാ. പിന്നെ അതെ ഈ ഒരു കാർഡും കൂടെ ഉണ്ട് ആനിവേഴ്സറി വിഷ് ചെയ്തത് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വേഗം തന്നെ സെറ്റാക്കി വന്നതിന് ശേഷമാണ് കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കി പിന്നെ വൈകുന്നേരം അച്ചുമോ വന്നതിന് ശേഷമാണ് ഡെലിവറിക്ക് പോയിട്ടുണ്ടായിരുന്നത്. കാരണം വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ വേണം. അപ്പം അങ്ങനെ അച്ചുവിനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിന്നുട്ടാ. എനിക്ക് ഇവിടുന്ന് ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു. വഴിയൊക്കെ കുറച്ചൊക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ അങ്കിളായിരുന്നു കേട്ടോ നമുക്ക് വഴി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആള് ഭയങ്കര സ്നേഹം, ഫോൺ കട്ട് ചെയ്യണ്ട, ഇവിടെ എത്തുന്നത് വരെ വിളിക്കി, അപ്പം നിങ്ങൾക്ക് വഴി തെറ്റില്ല, പിന്നെ അതുമാത്രമല്ല വേണമെങ്കിൽ ഞാൻ റോട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും ഞങ്ങൾ വണ്ടിയിലല്ലേ, അപ്പം ആളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നുള്ളത്. അപ്പം ഞങ്ങൾ വന്നതിന് ശേഷമാട്ടാ ആളെ വിളിക്കുന്നത്. ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്കിള് മോളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ആള് ഇത് എനിക്കുള്ളതല്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. കാരണം 2 കൈ നിറച്ചും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ആളൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നുള്ളത്. ആളുടെ ആ ഒരു ഫേസിന്റെ സന്തോഷം കണ്ടാൽ തന്നെ അറിയാട്ടാ, ഒന്നും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയിട്ടുള്ളതാണെന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഹസ്ബൻഡായിരുന്നു കേട്ടോ അയച്ചിട്ടുണ്ടായിരുന്നത്. സൗദിയിൽ നിന്നായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ആൾക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ഭയങ്കരമായിട്ട് നിറയും. അപ്പം ഇതാണ് അവരുടെ കുഞ്ഞി ബേബി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവരായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേക്ക് ഡെലിവറിക്ക് പോയിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് പോവുക, നമ്മൾ കേക്ക് കൊടുക്കുക, ഒരു 2 മിനിറ്റൊക്കെ നിൽക്കുക, അപ്പം തന്നെ തിരിച്ചു വരിക. പക്ഷെ ഇവിടുന്ന് അങ്ങനെ ആയിരുന്നില്ല. അവർ നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ മക്കള്, കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാട്ടാ. അച്ഛനും അമ്മയും മോളും എല്ലാവരും ഒരേപോലത്തെ ആൾക്കാർ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് അകത്തൊക്കെ കയറിയിരുന്നു. അപ്പോഴേക്കും അവിടുത്തെ ആൻറ്റി പോയിട്ട് നമുക്ക് ചായയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ അച്ഛൻ സ്കൂൾ വിട്ട് വന്ന പാടാണ് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. കേക്കും കൊണ്ട് പോകുന്ന സമയത്ത് ഒന്നും ഇവിടെ ഇറങ്ങി കഴിക്കാനൊന്നും പറ്റില്ല. അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടാ നമ്മളെന്തെങ്കിലും ഓഫർ ചെയ്ത് കഴിയുമ്പോൾ അവനക്ക് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അതേ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷമാട്ടാ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്തൊരു കസ്റ്റമർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരുടെ ആ ഒരു ഇത് നമ്മുടെ മൈൻഡിൽ കിടന്നു. പിന്നെ അതേ അവിടുന്ന് അങ്ങനെ നമ്മൾ നേരെ വണ്ടി വിട്ടു. അപ്പം നമ്മുടെ കേക്കും ഹാമ്പേഴ്സും സംഭവം എല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആ ഒരു എഫേർട്ട് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് എത്തിച്ചതിന് ശേഷം അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ആ ഒരു വാക്ക്, അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. അപ്പം ഞാനിവിടെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതേ കേക്കൊക്കെ കൊടുത്ത് നേരെ പോകുന്ന വഴിക്ക് ഞാൻ ഒരു വാക്ക് പാലിക്കണ്ടേ എൻ്റെ കൂടെ കൊണ്ടുവന്ന ആൾക്ക്. അപ്പം അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു കഫേ കണ്ട് അവിടെ കയറിയിട്ട് ഞങ്ങൾ ഷവർമ കഴിക്കാനായിട്ട് പോയിട്ടാണ്. അപ്പം അങ്ങനെ അതും കഴിച്ച് നമ്മുടെ ആമിക്കുട്ടിക്കുള്ളതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ബൈ.